വെൽക്കം ടു അലാമി കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുഞ്ഞി കാജ അല്ലെങ്കിൽ ചിപ്പി എന്നെല്ലാം പറയുന്നത് നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ എല്ലാ സമയത്തും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ടി നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആകെ കാര്യമായിട്ട് വേണ്ടത് നമുക്ക് മൈദയാണ്. അപ്പോൾ ഞാനിവിടെ 1 കിലോ മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് യെല്ലോ ഫുഡ് കളറും കൂടിയും ചേർക്കണം. കളറ് ചേർക്കുന്നില്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താലും മതി. അപ്പോൾ കളറ് ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ തന്നെ നമ്മൾ കുഴക്കാൻ ആവശ്യമുള്ള വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ തന്നെ പൊടി കളറാണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും അതിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഞാനിപ്പോൾ കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കിയതുകൊണ്ട് അത് കുഴച്ചെടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും കളർ കിട്ടാൻ പിന്നെ നമ്മളത് കുറച്ച് കൂടുതൽ കുഴക്കേണ്ടി വന്നു. അപ്പം വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിക്കുന്നതാണെങ്കിൽ കളർ എല്ലാ ഭാഗത്തും ഒരേപോലെ കിട്ടും. ഇനി കുഴച്ചിട്ട് നമുക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഴച്ച് വെച്ച ആ സമയത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വെക്കണം. അപ്പോൾ ചെറിയ സ്മോൾ സൈസ് ചിപ്പി കാജ ആയതുകൊണ്ട് ചെറിയ ബോൾസ് എടുത്താൽ മതി. ഒരു ചപ്പാത്തിൻ്റെ എല്ലാം കാട്ടിയും കുറച്ച് വലിയൊരു സൈസ്, അധികം വലുതെടുക്കണ്ട. അപ്പോൾ നമുക്ക് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സൈസിൽ വേണം നമുക്ക് പരത്തിയെടുക്കാൻ, ബോൾസ് പിടിച്ച് വെക്കാൻ. അതിന് ശേഷം പരത്തിയെടുക്കണം, നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. അതിൽ നമുക്ക് ഓയിലും മൈദയും കൂടി സ്പ്രെഡ് ചെയ്തിട്ടാണ് നമ്മളിത് റോൾ ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി ഓയിലും അതുപോലെ തന്നെ മൈദയും നമുക്ക് ഓരോ ബൗളിലാക്കിയിട്ട് എടുത്ത് വെക്കാം. ഇത് പരത്തിയെടുക്കുമ്പോൾ നമുക്ക് പരമാവധി പറ്റുന്ന അത്രയും കട്ടി കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. എന്നാലേ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയി കിട്ടും. അല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗം ക്രിസ്പി ആവാണ്ട് ഒരു സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാകാൻ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ പരത്തിയിട്ട് നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് ടിപ്പ് എന്താ വെച്ചാൽ അത് നമ്മൾ ടൈറ്റാക്കിയിട്ട് റോൾ ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി. ഇതേപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് എണ്ണ തടവി കൊടുക്കാം. പിന്നെ കുറച്ച് മൈദ കൂടി സ്പ്രെഡ് ചെയ്തിട്ടാണ് റോൾ ചെയ്തെടുക്കേണ്ടത്. വേണമെങ്കിൽ നമുക്ക് ആ സൈഡ് ഭാഗമെല്ലാം കട്ട് ചെയ്തിട്ട് നമ്മൾ റോൾ ചെയ്യുന്ന ആ ഭാഗത്ത് വെച്ചിട്ട് റോൾ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാം ഒരേപോലെ റോൾ ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെറിയ ചെറിയ വട്ടം കൂട്ടി വെക്കാമെന്ന് നേരത്തെ കാണിച്ചിരുന്നു. അപ്പോൾ അതുപോലെ ബോൾസ് എല്ലാം എടുത്തിട്ട് കുറച്ച് മൈദ തടവിയിട്ട് ചെറിയ ചെറിയ റൗണ്ട് ആക്കിയിട്ട് പരത്തി വെച്ചാൽ നമുക്ക് പിന്നെ അതെടുത്തിട്ട് നമുക്ക് പരത്തുമ്പോൾ ഈസി ആയിട്ട് പരത്താൻ പറ്റും. ഇനി ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഓരോ റോളും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ ഒരുപാട് കോയിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ ആ ഉള്ളിലത്തെ ലെയറെല്ലാം ഒട്ടിപ്പിടിച്ചിട്ട് നമ്മളത് ക്രിസ്പിയായി കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇത് നമുക്ക് മാറ്റി കൊടുത്തിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലിട്ട് കൊടുത്തതിന് ശേഷം തീ കുറച്ചിട്ട് വേണം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാൻ. കാരണം അതിൻ്റെ ആ ലെയറെല്ലാം നന്നായിട്ട് പൊരിഞ്ഞ് വരണമെങ്കിൽ കുറച്ച് സമയം നമ്മൾ എണ്ണയിൽ കിടക്കണം. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇട്ടിട്ട് പിന്നെ നമ്മളവിടെ വെക്കാൻ പാടില്ല. നല്ലോണം കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാൻ. നമുക്ക് വീട്ടിലെല്ലാം ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്കെല്ലാം ചോദിക്കുമ്പോൾ നമുക്ക് ബിസ്ക്കറ്റെല്ലാം കൊടുക്കുന്നതിന് പകരം ഇതുണ്ടാക്കി വെച്ചാൽ എടുത്തു കൊടുത്താൽ അവർക്കും നല്ല ഇഷ്ടമായിരിക്കും. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഹൈജീനിക്കായിട്ട് കൊടുക്കുകയും ചെയ്യാം. ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് 1 മാസം വരെയെല്ലാം നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. അത് നല്ല ക്രിസ്പി ആയിരിക്കും. നമുക്ക് ചായൻ്റെ കൂടെയും
കട്ടൻ ചായൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മധുരമാണ് കൊടുക്കുന്നത്. അപ്പോൾ മധുരം കൊടുക്കുന്നതുകൊണ്ട് നമ്മളിത് ഷുഗർ മെൽറ്റാക്കിയിട്ട് കൊടുക്കണം. സ്പൈസി ആയിട്ട് എരിവായിട്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ മൈദ കുഴക്കുന്ന സമയത്ത് തന്നെ കുറച്ച് എള്ളും ഇതിൻ്റെ കൂടെ ഇടണം. പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടാണ് സ്പൈസി ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ സ്വീറ്റ് ആണെങ്കിൽ നമുക്ക് എള്ളൊന്നും ചേർക്കണ്ട, ജസ്റ്റ് വെറുതെ മൈദ മാത്രം കളറിട്ടിട്ട് കുഴച്ചെടുത്താൽ മതി. മധുരം കൊടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒരു നൂൽ പാകമാകുന്നത് വരെ നമ്മളിത് തിളപ്പിച്ചെടുക്കണം. എന്നാലേ അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് ഒഴിക്കുമ്പോൾ പിന്നെ ഈ പഞ്ചസാര നല്ല ക്രിസ്പി ആയിട്ടില്ലെങ്കിൽ അത് പിന്നെ പതായി പോവും. അപ്പോൾ ഒരു നൂൽ പാകമാകുമ്പോൾ നമുക്കതിൽ ഒഴിച്ചു കൊടുക്കാം. അതിൽ പഞ്ചസാര ഭയങ്കര ഹാർഡായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്തിട്ട് വേണം ഷുഗർ പാന് നമ്മൾ ആക്കിയിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കാൻ. ഇതുപോലെ എല്ലാ ഭാഗത്തുനിന്നും ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പാത്രം അടക്കം ഒന്ന് ഇതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കണം. എന്നാൽ എല്ലാ ഭാഗത്തും ആയി കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.